ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. തനി നാടൻ രീതിയിൽ മൈദയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പി. പൊതുവേ നെയ്യപ്പം ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഈ നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ടുള്ള അരി കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 250 ml മെഷറിംഗ് കപ്പിന് 1.5 കപ്പ് പച്ചരിയാണ്. കപ്പിൽ തന്നെ അളക്കണമെന്നൊന്നുമില്ല, നമുക്കിത് ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു അരിയുടെ സോക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറാണ്. 4 മണിക്കൂർ മുതൽ ഒരു 6 മണിക്കൂർ വരെയൊക്കെ നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കാം. ഇത് നാടൻ രീതിയിലുള്ള നെയ്യപ്പാണല്ലോ, അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് ഈ ഒരു നെയ്യപ്പത്തിന്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഗ്രാമൊക്കെ പറയുമ്പോൾ ഒരു 250 മുതൽ 300 ഗ്രാമിനടുത്തായിട്ട് വരും. ഇതിലിനി ഏകദേശം 1/2 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. 1/2 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല നമ്മൾ, ഏകദേശം 1 ടേബിൾ സ്പൂൺ കുറവായിട്ട് വരും. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതായത് ശർക്കര ജസ്റ്റ് നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി, അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളത് തണുക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടാണ് നമ്മളിത് നെയ്യപ്പത്തിൻ്റെ മാവിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമ്മളിതുപോലെ ഒരു അരിപ്പയിൽ ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ അരി നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നമ്മൾ ഈ അരി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക, അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരുപാട് ഫൈനായിട്ട് പൊടിക്കാൻ പാടില്ല. നമ്മൾ ഏകദേശം പുട്ടിനൊക്കെ പൊടിച്ചെടുക്കുന്ന രീതിയിൽ കുറച്ച് തരികളോട് കൂടിയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. അരിപ്പൊടി ഒരുപാട് ഫൈനായി കഴിഞ്ഞാൽ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര നന്നായി കിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് തരികളോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഒരു 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ചെറിയ ജാറായതുകൊണ്ട് അരി മുഴുവൻ ഇട്ട് കൊടുത്താൽ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് അരി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ചെടുത്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തരികൾ ഉണ്ടാവണം. അതാണ് ഈ ഒരു അരിപ്പൊടിയുടെ പാകം. പിന്നെ ഈ അരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പൊടിച്ചെടുത്തതിന് പകരമായിട്ട് അരച്ചെടുത്തിട്ടും ചെയ്യാം. അപ്പോൾ ശർക്കര ഉരുക്കിയെടുത്തത് ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുക. അപ്പോൾ അരയ്ക്കുകയാണെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് തരികളോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇവിടെ നമ്മൾ സാധാരണ അരി പൊടിച്ചെടുത്തിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മെത്തേഡ് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇനി ഈ പൊടിച്ചെടുത്തിട്ടുള്ള അരി ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കി വരുന്ന അരിയും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. പിന്നെ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിക്ക് നമുക്ക് പച്ചരിപ്പൊടി തന്നെയാണ് വേണ്ടത്. ഒന്നിങ്കിൽ പച്ചരിപ്പൊടി വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അരി അരച്ചെടുത്തിട്ട് ചെയ്യാം. പാക്കറ്റ് പൊടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ആ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് അരിച്ചെടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലിനി നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കില്ല. ഈ ഒരു ശർക്കരപ്പാവിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ശർക്കരപ്പാവിൻ്റെ അളവ് കറക്റ്റായിട്ടുള്ള രീതിയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി. മാവ് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശരിയാവില്ല. നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ പരുവെന്ന് പറയുമ്പോൾ ദോശമാവിനേക്കാളും കുറച്ച് കട്ടി ഉണ്ടാവണം, എന്നാൽ ഇഡ്ഡലി മാവിൻ്റെ അത്ര അങ്ങോട്ട് തിക്കാവാനും പാടില്ല. ആ രീതിയിലാണ് വേണ്ടത്. അപ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പം ഇത് കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അരിപ്പൊടിയും ശർക്കരയും നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിനി നമ്മൾ ഈ അരിപ്പൊടിയുടെ കൂട്ടത്തിൽ നെയ്യപ്പം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മൈദയൊന്നും ചേർക്കണില്ല. നെയ്യപ്പത്തിൻ്റെ ഓത്തൻറ്റിക് റെസിപ്പിയിൽ മൈദ ചേർക്കാറില്ല. വെറും അരി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വെറും അരി മാത്രം വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമല്ല, കുറച്ചൊരു ഹാർഡായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മൈദയോ ഗോതമ്പ് പൊടിയോ ചേർക്കുമ്പോൾ ഈ മാവ് കുറച്ച് തിക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ശർക്കരപ്പാനിയോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്തിട്ട് മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം.
പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. പകരം ജീരകപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നെയ്യപ്പത്തിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. പിന്നെ ഇത് നെയ്യപ്പമാണല്ലോ, അപ്പോൾ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൽ പിന്നെ ചുക്കുപൊടി ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ നാളികേരക്കൊത്തും ചേർക്കാറുണ്ട്. നമ്മൾ ഉണ്ണിയപ്പത്തിലാണ് നാളികേരക്കൊത്ത് ചേർക്കാറുള്ളൂ, നെയ്യപ്പത്തിൽ ചേർത്ത് കൊടുക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ കുറച്ച് നെയ്യിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ നെയ്യോട് കൂടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ നെയ്യപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി. അതായത് ഇഡ്ലി മാവിൻ്റെ അത്ര തിക്നെസ് പാടില്ല, എന്നാൽ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് തിക്കായി വരണം. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം നമ്മൾ എപ്പോഴും നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ രാവിലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രാത്രി തന്നെ ഇതുപോലെ മാവ് കൂട്ടി വയ്ക്കുക, എന്നിട്ട് രാവിലെ ഉണ്ടാക്കിയെടുക്കാം. അല്ല, ഇനി വൈകുന്നേരം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് അരി കുതിർക്കാനായിട്ട് വെക്കുക, എന്നിട്ട് രാവിലെ അരി പൊടിച്ചെടുത്തിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വൈകുന്നേരം വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക, എന്നിട്ട് വൈകുന്നേരം ഉണ്ടാക്കിയെടുത്താൽ മതി. എപ്പോഴും നമ്മൾ കുറച്ചധികം സമയം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് നെയ്യപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ കട്ടി കൂടുതലായിട്ട് വരികയാണെങ്കിൽ മാത്രം 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുത്താൽ മതി. ഇതിലിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കുഴിയുള്ള ചട്ടി എടുക്കുകയാണ് നല്ലത്. കുഴിയുള്ള ചീനച്ചട്ടി ആകുമ്പോഴാണ് നല്ല ഷേപ്പിൽ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റുക. പിന്നെ നെയ്യപ്പം നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഏറ്റവും സ്വാദ് ഉണ്ടാവുക. ഇപ്പോൾ പൊതുവെ എല്ലാവരും വെളിച്ചെണ്ണ അല്ലെങ്കിൽ റീഫൈൻഡ് ഓയിലൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം. പിന്നെ നമ്മൾ നെയ്യപ്പം ഫ്രൈ ചെയ്യാൻ അത്യാവശ്യം എണ്ണ വേണം. എണ്ണ അത്യാവശ്യം ഉണ്ടെങ്കിലാണ് അത് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം മാവ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മാവിൽ നിറയെ തരികളുള്ളതുകൊണ്ട് തരികൾ അടിയിൽ പോയിട്ട് അടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ കയ്യിൽ മാവ് വീതം നമ്മൾ എണ്ണയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എണ്ണയുടെ ചൂടാണ്. ഒരു മീഡിയം ചൂടിലാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂട് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗം അങ്ങനെ കുക്കായി വരില്ല. മാവ് ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇളക്കൊന്നും ചെയ്യേണ്ട. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ മേലേക്ക് ഇങ്ങനെ കുമിളകളോട് കൂടിയിട്ട് പൊങ്ങി വരും. ഈ ഒരു രീതിയിൽ പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മേലെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എണ്ണയാക്കി കൊടുക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇത് ഫ്രൈ ആയി വരാൻ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഇത് നമ്മൾ ഉണ്ണിയപ്പം പോലെയല്ല, ഉണ്ണിയപ്പത്തിനേക്കാളും കുറച്ച് സമയം കൂടുതലായിട്ട് എടുക്കും. അതായത് ഒരു 3-4 മിനിറ്റ് എടുക്കും ഇത് ഫ്രൈ ആയി വരാൻ. എന്നിട്ട് അടിഭാഗം ഏകദേശം നല്ലൊരു കളറൊക്കെ ആയി വരുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു കളറായാൽ ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. പിന്നെ ഇത് നമ്മൾ ഒരുപാട് സമയം കളർ മാറാനായിട്ട് എണ്ണയിൽ ഇടാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നെയ്യപ്പം ഒരുപാട് അങ്ങോട്ട് ഹാർഡായി പോവും. അപ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ ആയി വന്നാൽ എണ്ണയിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഒരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി വരുന്ന മാവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വീണ്ടും ഫ്ലെയിം മീഡിയത്തിലാക്കി വയ്ക്കുക. എന്നിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഓരോ കയ്യിൽ വീതം എണ്ണയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മാവിൻ്റെ കൺസിസ്റ്റൻസി അതേ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. മാവിൽ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരില്ല, പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ മാവിന് തിക്നെസ് കൂടി കഴിഞ്ഞാൽ അത് ഉൾഭാഗം വേവാനും ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡായി പോവുകയും ചെയ്യും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അരി കുതിർക്കാൻ വെക്കുന്ന സമയം, അരി പൊടിച്ചെടുക്കുന്ന രീതി, പിന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസി, പിന്നെ അതുപോലെ തന്നെ എണ്ണയുടെ ചൂട്, ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1.5 കപ്പ് അരി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 11 നെയ്യപ്പം വരെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നെയ്യപ്പത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാവും. കണ്ടില്ലേ, ഈ ഒരു നെയ്യപ്പത്തിന് സൈഡൊക്കെ ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവുക. മൈദയൊന്നും നമ്മളിതിൽ ചേർക്കാത്തതുകൊണ്ട് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളൊരു നെയ്യപ്പാണിത്. എന്നാൽ ഉൾഭാഗം അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. പക്ഷെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. നാടൻ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്